എൻ്റെ പേര് വാസുദേവൻ എന്നാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ ഇപ്പോൾ കോൺട്രാക്ട് നേരത്തെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നാണ്. ഞാൻ ഇവിടുത്തെ ചാർജിലുള്ള ആളായിരുന്നു. ഇപ്പോൾ കോൺട്രാക്ടറാണ്. ഇവിടെ ഈ കോതരമനക്കാട് VSS വനസംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഉള്ള പിന്നെ അക്കേഷ്യനെ ഉന്മൂലനം ചെയ്തിട്ട് പിന്നെ വിവിധതരം മരങ്ങൾ ഇവിടത്തേക്ക് അനുയോജ്യമായ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നഴ്സറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 16,000 തൈ പിന്നെ ഇവിടെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 16,000 തൈ. അത് വിവിധ തരത്തിൽ ഇവിടെ അനുയോജ്യമായ മരങ്ങളാണ് വെച്ചുപിടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നഴ്സറി ഉണ്ടാക്കുന്നത്. 2 മാസമായിട്ടുള്ള തൈകള് മദർ ബെഡിലിട്ട് അതിൽ നിന്ന് പറിച്ച് വയ്ക്കുന്ന ഒരു പിന്നെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വലിയ കവറില് പിന്നെ മണ്ണ്, ചാണകം, ചകിരിച്ചോറ് മിക്സ് ചെയ്തുകൊണ്ട് പിന്നെ അതിൽ ഉള്ള എനിക്ക് തൈ വെക്കുന്നത്. മണ്ണ് അരിച്ചെടുത്തിട്ടുള്ള ഇതിലാണ് ചെയ്യുന്നത്. ഇവിടെ പിന്നെ മഹാഗണി, പിന്നെ താന്നി, നെല്ലി, ഞാവള്, മുള, ഒരുപാട് തൈകള് പിന്നെ ഉണ്ടാക്കുന്നുണ്ട്. പ്ലാന്റ് ചെയ്യുന്നത് കോതരമനക്കാട്, അതായത് ഇതിന്റെ തൊട്ട് ഈ കാണുന്ന കോതരമനക്കാട് തന്നെയാണ്. അതായത് പറഞ്ഞ മാതിരി കോതരമനക്കാട് നേരത്തെ പിന്നെ പ്ലാന്റ് ചെയ്ത് അക്കേഷ്യ ആയിരുന്നു. അക്കേഷ്യ മൊത്തം ജനങ്ങൾക്ക് എതിർപ്പായതുകൊണ്ട് ആ അക്കേഷ്യനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി വലിയ അക്കേഷ്യകളെ മുഴുവൻ നീക്കം ചെയ്തുകൊണ്ട് പിന്നെ ഈ വിവിധതരം പറയുന്ന ഇവിടുത്തെ അനുയോജ്യമായ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നഴ്സറി ഉണ്ടാക്കുന്നത്. ജൂൺ മുതലാണ് ഇതിപ്പോ തൈ യഥാർത്ഥ വലുപ്പം എത്തി. പിന്നെ മഴ തുടങ്ങുന്നതോടുകൂടി ജൂൺ മാസത്തില് ഇതിന്റെ തൈ പിന്നെ കോതരമനക്കാട് ഭാഗത്ത് വെച്ചുപിടിപ്പിക്കുന്ന പ്രവൃത്തി നടക്കും. ഇതിനിപ്പോ പിന്നെ ഫെബ്രുവരി അല്ലേ, മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം കൊണ്ട് നല്ല വളർച്ചെത്തും. അത് വലിയ കൂട തൈകളാണ്. ചെറിയ കൂടല്ല, വലിയ കൂട തൈകളാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിൻ്റെതായ വളർച്ച കിട്ടും. ചെറിയ തൈകള് പിന്നെ അല്ല, വിത്തല്ല, പിന്നെ കവറല്ല, അപ്പോൾ ടോൾ കവറാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ വളർച്ച കിട്ടും. മെയ് അവസാനം, ജൂൺ പിന്നെ മാത്രമേ ഇത് പ്ലാന്റ് ചെയ്യുള്ളൂ. കാരണം മഴ തുടങ്ങി സമയം വരെ ഇല്ല. തൈകള് ഇവിടെ മദർ ബെഡ് ഉണ്ട്. ഇതാ തൊട്ട് മദർ ബെഡ് ഉണ്ട്. ആ മദർ ബെഡിൽ നിന്ന് പിന്നാണ് ഇങ്ങോട്ട് പറിച്ചെടുക്കുന്നത്. മദർ ബെഡിൽ നിന്ന് ആദ്യം മദർ ബെഡ് വിത്തിടും. അതിപ്പോ 2 മാസം പ്രായത്തിയിട്ടുള്ള തൈകളാണ് ഇപ്പൊ പറിച്ചിടുന്നത്. മണ്ണ് നമ്മൾ അരിക്കും. മണ്ണ് അരിച്ചതിന് ശേഷം ആ അരിച്ച മണ്ണില് ചാണകപ്പൊടി, ചകിരിച്ചോറ് മിക്സ് ചെയ്തുകൊണ്ട് പിന്നെ കവറിലേക്ക് നിറയ്ക്കും. എന്നിട്ട് കവറിലേക്ക് നനച്ച് പിന്നെ തൈകള് മദർ ബെഡിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. അതില് പ്ലാന്റ് ചെയ്യും, തൈ വെക്കും. ഇത് 1150 ആണ് ഒരെണ്ണത്തിൽ വരുന്നത്. 150 ഒരു ബെഡിൽ വരുന്നത്. അപ്പോ പിന്നെ നമ്മളൊരു 14 ബെഡ്, അതായത് 16,000 തൈയാണ് മൊത്തം വേണ്ടത്. ഫോറസ്റ്റിന്റെ വനം വകുപ്പിന്റെ കീഴിൽ തന്നെയാണ് അത്. പിന്നെ പാലക്കാട് ഡിവിഷന്റെ കീഴിൽ ഒറ്റപ്പാലം റേഞ്ചിൽ പട്ടാമ്പി സെക്ഷന്റെ കീഴിൽ കോതരമനക്കാട്.